കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3-ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് 10 ദിവസം കഴിഞ്ഞാണ് കൗൺസിലർമാർക്ക് വിതരണം ചെയ്തതെന്നും മിനിറ്റ്സിൽ വ്യാപകമായി കൃത്രിമം കാണിക്കുകയും ചെയ്തുവെന്ന് നഗരസഭാ കൗൺസിലറും DCC ജനറൽ സെക്രട്ടറിയുമായ AP ഷാജഹാൻ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഷാജഹാൻ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് 10 ദിവസം കഴിഞ്ഞാണ് കൗൺസിലർമാർക്ക് വിതരണം ചെയ്തതെന്നും മിനിറ്റ്സിൽ വ്യാപകമായ കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്നും നഗരസഭാ കൗൺസിലറും DCC ജനറൽ സെക്രട്ടറിയുമായ AP ഷാജഹാൻ ആരോപിച്ചു. ഭരണപക്ഷത്തു നിന്നുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ് അടക്കമുള്ളവർ ഈ പദ്ധതിക്ക് മുൻകൂർ പണം അനുവദിച്ചതിനെ ശക്തമായി എതിർക്കുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കൃത്രിമം കാണിക്കുകയും പദ്ധതിക്ക് അനുകൂലമായ മുൻകൂർ കാശ് അനുവദിച്ചതിന് അനുകൂലമായ നിലപാടാണ് ഇവരടക്കം രേഖപ്പെടുത്തിയത് എന്ന തരത്തിലും മിനിറ്റ്സിൽ എഴുതിയിരിക്കുകയാണ്. ഇത് ശുദ്ധ അസംബന്ധമാണ്. UDFന്റെ മുഴുവൻ കൗൺസിലർമാരും BJPയുടെ കൗൺസിലർമാരും CPMന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വിയോജനക്കുറിപ്പ് പറഞ്ഞ മൊബൈൽ ശുചിമുറി മാലിന്യ പദ്ധതി എതിർപ്പുകളെയെല്ലാം അംഗീകരിക്കാതെ എല്ലാം പാസ്സായി എന്ന് സ്വയം പ്രഖ്യാപിച്ച് സഭ പിരിച്ചുവിടുകയും 10 ദിവസം കഴിഞ്ഞ് ലഭ്യമാക്കിയ മിനിറ്റ്സിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും AP ഷാജഹാൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.